ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം ഞാൻ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പുതിയതായിട്ട് വന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓൾറെഡി എനിക്ക് ഒരു അബദ്ധം പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അതായത് ഈ രാജസ്ഥാനിൽ നിന്ന് ഒരു ഗ്യാങ് ഇവിടെ വന്നിട്ടുണ്ട്. ചൗധരി എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറിയാണ് അവർ. ഓക്കെ, ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ പറ്റിക്കും നമ്മുടെ കയ്യിൽ നിന്ന്. അതായത് നമ്മളോട് ഇവർ പൈസ എക്സ്ചേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അതായത് നമ്മൾ റൂബിൾസ് വേണമെന്നുണ്ടെങ്കിൽ INR നാട്ടിൽ നിന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റൂബിൾസ് തരാമെന്ന് പറയും. ഇവർ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, നമുക്ക് റൂബിൾസ് അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ ഇവർ തന്നെ അക്കൗണ്ടിലോട്ട് പൈസ ഇടും. പക്ഷെ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് റിസീവ് ചെയ്തതിന് ശേഷം ഇവർ പറയും അയ്യോ ബ്രോ, അക്കൗണ്ട് നമ്പർ മിസ്റ്റേക്ക് വന്നു എന്ന് പറയും. അപ്പോൾ എന്താവും, നമ്മുടെ പൈസ ഓൾറെഡി റിസീവായ അക്കൗണ്ട് നമ്മൾ ബാങ്ക് വഴി കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ ഓൾറെഡി അത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ കുറച്ചധികം പേയ്മെൻറ്റ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്നല്ല, ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇതുപോലത്തെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവർ മെയിനായിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇപ്പോൾ ഈ ഷെയർ ഇട്ട് അപ്പാർട്ട്മെൻറ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ആദ്യം ഒരു 1 വീക്ക് 2 വീക്ക് വന്ന് താമസിക്കും. എന്നിട്ട് ഇതുപോലെ ആൾക്കാരുടെ നിന്ന് പൈസ അടിച്ചു മാറ്റിയതിന് ശേഷം അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് അവിടെ താമസിക്കും. അങ്ങനെ അവിടെ നിന്നും പൈസ അടിച്ചു മാറ്റിയിട്ട് അങ്ങനെ താമസിച്ച് അങ്ങനത്തെ ഒരു തരം ആൾക്കാരാണ് അവന്മാർ. പിന്നെ അതല്ലാണ്ട് ഇവന്മാർ ചെയ്യുന്ന വേറൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയതായിട്ട് ഈ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ പിള്ളേർ വരും. അപ്പോൾ അവരുടെ കയ്യിൽ ഡോളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവന്മാർ അവരോട് സംസാരിച്ച് അവർക്ക് ട്രീറ്റൊക്കെ ചെയ്ത് നല്ല രീതിയിലൊക്കെ പോകും. എന്നിട്ട് ഇവർ ഈ ഡോളറിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇവർ മാറ്റി കൊടുക്കാമെന്നൊക്കെ പറയും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഡോളറും കാണില്ല, ഇവന്മാരെയും കാണില്ല. അങ്ങനത്തെ ഒരു സ്കാമാണ് ഇന്ത്യൻസ് തന്നെ ഇന്ത്യൻസിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, ഞാൻ ഓൾറെഡി പറ്റിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. തെളിവുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇവർക്ക് പൈസ അയച്ചു കൊടുത്തതും അവരുടെ ഓഡിയോ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇവന്മാർ പൈസ തട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിന്ദിക്കാരെ നിങ്ങൾ വിശ്വസിക്കരുത്. പുതിയതായിട്ട് വന്ന ആൾക്കാരെ ആരെയും വിശ്വസിക്കരുത്. നിങ്ങൾ ആരെയും ട്രസ്റ്റ് ചെയ്യരുത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, സെൽഫിഷ് ആവുക, വേറെ വഴിയില്ല. പൈസയുടെ കാര്യം മെയിനായിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിന് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും അവന്മാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവന്മാരെ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിൽ ഞാൻ ഇടുന്ന ഈ ജോബിൻ്റെ വീഡിയോസൊക്കെ കട്ട് ചെയ്തിട്ട് ഒരുപാട് ഏജൻസികൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ ദൈവത്തോർത്ത് പോലെ ഏജൻസി പറയണ കേട്ട് നിങ്ങളിതാവരുത്. കാരണം എനിക്ക് വേറെ ഏജൻസികളായിട്ട് ടൈപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഇവിടെ തണുപ്പ് 1 ഡിഗ്രിയാണ്. വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. സ്നോ എങ്കിൽ കൂടെ പോയിട്ടൊന്നുമില്ല. ഓക്കെ, നല്ല അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ പയ്യെ സ്പ്രിങ് ആവാൻ പോവുകയാണ്. ജോലി സാധ്യതകൾ പയ്യെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വേക്കൻസികൾ വരുന്നുണ്ട്. അടുത്ത മാസത്തോടെ നമ്മുടെ ഇവിടുത്തെ പേപ്പർ വർക്കൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ റൂബിൾസിനും ഇപ്പോൾ ഏകദേശം നല്ല ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും പുതിയതായിട്ട് വരാൻ നിൽക്കുന്നവർക്കും ഇവിടെ ഉള്ളവർക്കും നല്ലൊരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. കുറേ പേർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ചില സമയങ്ങളിൽ ജോലിക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലയൻസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും എനിക്ക് സമയം കിട്ടാറില്ല. കുറച്ച് സമയം കിട്ടുമ്പോഴാണ് ഞാൻ അവർക്കൊക്കെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവന്മാരാണ്, ഹിന്ദിക്കാരെ ട്രസ്റ്റ് ചെയ്യരുത്. പണി തരും ഉറപ്പായിട്ടും. ഫണ്ട് അടിച്ചുകൊണ്ട് പോകുമാർ. പിന്നെ നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് കിട്ടൂല. കാരണം ഇവന്മാർ രാജസ്ഥാനിലുള്ള ആൾക്കാരാണ്. നമ്മൾ ഈ കേരളത്തിൽ നിന്നിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാനാണ്, നടക്കൂല. അപ്പോൾ ശ്രദ്ധിക്കുക, അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ഗൈസ്, ഇത് അഭിഷേകിന്റെ കൂട്ടുകാരനാണ്. अभिषेक का फ्रेंड हो ना? आप अभिषेक का फ्रेंड हो. अभिषेक उसने अकाउंट नंबर दे दिया था आदिल को. ठीक है, आदिल को अकाउंट नंबर दिया. आदिल ने पैसा डाला वहाँ पे 2 लाख रुपया. तो आप उसका 2 लाख रुपया वापस 31 तारीख को करोगे.
नहीं हाँ। 2 लाख का नहीं कह रहा मैं, वो उसके अकाउंट में नहीं गए पैसे, नहीं गए पैसे। उसके घर पे पैसे नहीं गए। हाँ, ओके। ठीक है, वो किसी तीसरे बंदे के अकाउंट में पैसे गए, पता नहीं अकाउंट नंबर गलत हो गया या उस बंदे ने भेजा वो गलत भेज दिया, उसका नहीं पता। ठीक है, हाँ, लेकिन मैं आपको प्रॉमिस कर रहा हूँ भाई, मैं मेरे दोस्त की तरफ से अभिषेक आपको 2 से 5 तारीख के बीच में अगले मंथ की वो आपको 1 लाख रुपए घर से मंगवा के, खुद के घर से मंगवा के दे देगा। उसके बाद हम आपको उसके डॉक्यूमेंट जैसे कि बैंक कॉपी जो हमसे हुआ, मोबाइल नंबर, वो हम आपको दे देंगे। ठीक है, अभिषेक घर किधर है? वो मेरे स्टेट राजस्थान में श्री गंगानगर में। पापा का नाम क्या है? അപ്പോൾ ഞാൻ അവരുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ യുവന്മാരെ എവിടെയെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ താമസിക്കരുത് കേട്ടോ. എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയി പോകണം. കാരണം യുവന്മാർ ഫ്രോഡാണ്. എന്നാലും അടിപൊളി ഒന്നാതിനും ഫ്രോഡ് പിള്ളേരാണ്. അപ്പോൾ യുവന്മാരെ ശ്രദ്ധിക്കണം, ഇവിടെയുള്ള ആൾക്കാർ കേട്ടോ. പിന്നെ മെയിനായിട്ട് അതായത് ഏപ്രിലിൽ തീരണതിന് മുന്നേ ആരെങ്കിലുമൊക്കെ ഇല്ലീഗലായിട്ട് ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ എക്സിറ്റ് അടിക്കണം കേട്ടോ. കാരണം ഇവിടെ ഇപ്പോൾ പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇല്ലീഗലായിട്ട് ആരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് അവരെ പിടിച്ച് നേരിട്ട് ഡീപ്പോർട്ട് ചെയ്യാനുള്ളൊരു ഉത്തരവ് നിലവിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ചെക്കിങ് കാര്യങ്ങളുണ്ട്. പേഴ്സണലി ഒരുപാട് റഷ്യൻ സിറ്റിസണിന് അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഡയറക്റ്റ് SMS കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഫോറിനേഴ്സിനെ നിങ്ങൾക്ക് സംശയമായ രീതിയിൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യണം എന്നുള്ള രീതിയിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇല്ലീഗലായിട്ട് നിൽക്കുന്നവരെ എത്രയും പെട്ടെന്ന് തന്നെ എക്സിറ്റ് അടിച്ച് പോകണതാണ് നല്ലത്. വെറുതെ ഫ്യൂച്ചർ കളയരുത്. കാരണം പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. കാരണം എനിക്കറിയാവുന്ന കുറച്ച് പേരെ പിടിച്ചിട്ടുണ്ട്. അത് പിന്നീട് കുറേ അധികം പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇല്ലീഗലായിട്ട് ആരെങ്കിലുമൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സിറ്റ് അടിച്ച് പോവുക. പിന്നീട് ലീഗലായിട്ട് വിസ എടുത്ത് വരാൻ ശ്രമിക്കുക. ഓക്കെ.